സക്സസ് ആവുകയാണെങ്കിൽ ചിരിച്ചാൽ മതി. One imagine here, he is with you and you are calling him like Anup. എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഈ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ? മാജിക്കിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതിനെല്ലാം ഉത്തരം നൽകാൻ മജീഷ്യൻ ജിതീഷ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ മാജിക് എന്ന് പറയുന്നത് അത്രത്തോളം അത്ഭുതങ്ങളാണ്. കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല, പ്രായം എത്രയായാലും മാജിക് എന്നാൽ കൗതുകം നിറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശരിക്കും പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലേ? പണ്ടൊക്കെ കുറേയധികം പൂക്കൾ, കാർഡുകൾ, അങ്ങനെ കുറെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. പക്ഷെ ഇന്നതല്ല, മാജിക്കിന്റെ രീതികളൊക്കെ മാറി. ജിതീഷ് മാജിക് ലോകത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്താണ്? ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി മാജിക് രംഗത്തോട്ട് വന്നിട്ട്. ഇപ്പോൾ ഉണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യകാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഫ്ലവർ പ്രൊഡക്ഷൻ, അംബ്രല്ല പ്രൊഡക്ഷൻ, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലോസപ്പ് ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി വന്നു. ഷിൻലിം പോലത്തെ മജീഷ്യൻസ് ഒക്കെ വന്നിട്ട് കാരണം വളരെ ക്ലോസപ്പ് മാജിക്കാണ് ചെയ്യുന്നത്, പക്ഷേ സ്റ്റേജിൽ ഒരു ക്യാമറ വെച്ച് സൂം ചെയ്ത് കാണിക്കുമായിരുന്നു. പിന്നീട് ഇപ്പോൾ അതും മാറിയിട്ട് മെന്റലിസത്തിന്റെ ട്രെൻഡിൽ വന്ന് നിൽക്കുകയാണ്. അതിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം. കാരണം കാണികൾക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് റിവീൽ ചെയ്യപ്പെടുകയാണ്. അതിന് കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആൾക്കാർ തിരയുന്നത് മെന്റലിസമാണ്. അപ്പൊ ആ ഒരു ലെവലിലോട്ടാണ് പണ്ടുണ്ടായിരുന്ന കാർഡ് മാജിക്, കോയിൻ മാജിക്കിൽ നിന്ന് മെന്റലിസം, മൈൻഡ് റീഡിങ്ങിലോട്ട് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. 10 വർഷത്തെ ജേണി എന്ന് പറഞ്ഞു. ഈ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഈ മാജിക്കിൽ പഠിക്കാന്ന് പറഞ്ഞ ഒരു താല്പര്യം നമുക്ക് തന്നെ വേണമല്ലോ അല്ലേ? കാണുന്ന ഒരു കാഴ്ച പോലെയല്ല, അതിൻ്റെ ട്രിക്ക് വശങ്ങൾ അത്രത്തോളം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. അങ്ങനെ എങ്ങനെയാണ് മാജിക് എനിക്ക് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും എന്ന് തോന്നിയതും എവിടെയാണ് പഠനമൊക്കെ നടത്തിയത്? ശരിക്കും ഞാൻ ആദ്യം മാജിക് കണ്ടു തുടങ്ങിയത് നമ്മുടെ മുതുകാട് സാറിന്റെ TV ഷോസാണ് പണ്ട്. എല്ലാവരെയും പോലെ. അതെ, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബാലരമ, ബാലഭൂമിയിലൊക്കെ സാറ് ചെറിയ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ അതിൽ കിട്ടിയ സംഭവങ്ങൾ സ്കൂളിലൊക്കെ പെർഫോം ചെയ്ത് തുടങ്ങി. ആദ്യമൊക്കെ കുറേ ഫെയിലിയറാണ്. പിന്നീട് ഒരു ബ്രേക്ക് ത്രൂ ആയത്, ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു മാജിക് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഒരു ഹിന്ദി സാറ്, ജസ്റ്റിൻ ജോർജ് എന്ന സാറിൻ്റെ പേര്, അദ്ദേഹം മജീഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മാജിക് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നാണ് തുടങ്ങിയത്. എന്നെ ആദ്യം സ്റ്റേജിൽ കൊണ്ടുപോയതൊക്കെ സാറാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് കാശിട്ടായി തുടങ്ങിയപ്പോൾ സ്വന്തമായിട്ട് മുതിർ സാറിൻ്റെ അടുത്ത് തന്നെ പോയി പഠിക്കാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ടൊക്കെയുള്ള ഒരു ആക്ഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെയാണല്ലോ മാജിക് പഠിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റൻഷൻ കിട്ടുന്നത് തന്നെയല്ല, കയ്യിൽ നിന്ന് എന്തൊക്കെയോ വരുന്നു എന്നുള്ളൊരു കാര്യം. എങ്ങനെയാണ് ആക്ഷനൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അത് ആക്ഷൻ ശരിക്കും എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതല്ല. നമ്മളൊരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഒരു മേമ്പടി എന്ന് പറയുന്നത്, അതിനൊരു ആഡ് ഓൺ ചെയ്യുന്നതാണ് ഈ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോയിൻ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഞാൻ ചെയ്ത് അതിനൊരു ഭംഗിയില്ല, അതേസമയം കോയിൻ എടുത്ത് വെച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബ്യൂട്ടി വരികയാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ആഡ് ഓൺസ്. മാജിക് ഒരു സൂപ്പർ നാച്ചുറൽ ആണെന്ന് ആൾക്കാർക്കൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളുണ്ട് ജസ്റ്റേഴ്സ്, വാൻഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ജസ്റ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. തീർച്ചയായും ഇത് എളുപ്പമാണോ മാജിക് പഠിക്കാൻ? മാജിക് പഠിക്കാൻ എളുപ്പമാണെന്ന് ചോദിച്ചാൽ എളുപ്പമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം മാജിക്കിൽ പല കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് തീരുമാനിക്കാം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാറ്റഗറി അതാണ്. നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് മെന്റലിസം ചെയ്യാം. നമുക്ക് നല്ലപോലെ കൈയടക്കം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസപ്പ് മാജിക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജ് നല്ലൊരു ഷോമാൻഷിപ്പ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഇല്യൂഷൻ, കഞ്ചൂറിങ് അങ്ങനെയുള്ള പെർഫോമൻസ് ചെയ്യാം. സോ നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഏത് ലെവലിൽ എത്താൻ പറ്റുന്നത്. എല്ലാവർക്കും പറ്റുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജിതീഷിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടപ്പോഴേ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെയൊക്കെ അങ്ങ് കയ്യിലെടുക്കാൻ പറ്റുന്ന ട്രിക്ക് പെട്ടെന്ന് തന്നെയാണ് എടുക്കുന്നത് അല്ലേ? ആ ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കയ്യടി എന്ന് പറയുന്നത്. ഇപ്പം ചില പരീക്ഷണങ്ങളൊക്കെ ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഒരെണ്ണമെങ്കിലും സക്സസ് ആയാൽ അത് വലിയൊരു വിജയമായിട്ട് തന്നെയാണ് മജീഷ്യന്മാർ കാണുന്നത്. അപ്പോൾ ഈ ഇത്രയധികം ജേർണിയിൽ ഇപ്പോൾ പഠനത്തോടൊപ്പം തന്നെ മാജിക് കൊണ്ടുപോകുമ്പോൾ വീട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നോ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ സക്സസ് ആവുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. വീട്ടുകാർക്ക് ആദ്യം തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. അപ്പോൾ പഠിച്ച് ഒരു ജോലി മേടിച്ചതിന് ശേഷം ഇതിലോട്ട് ഇറങ്ങേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടെയാണ്. സോ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോവുകയാണ്. എഞ്ചിനീയറും മജീഷ്യനും അല്ലേ, രണ്ടും കൂടെ ഭയങ്കര കോംപ്ലിക്കേഷൻ.
അപ്പോൾ ഏതാണ് ഒരു താല്പര്യം? കാരണം കുറച്ചും കൂടെ ഒരു മൈൻഡ് ഫ്രഷ് ആവുക, കുറച്ചും കൂടെ ഒരു ആക്ടിവിറ്റി കൂടുതൽ ചെയ്ത, മറ്റത് എപ്പോഴും ജോലിയാണ്, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൊക്കെ കുറച്ച് മാജിക്കുകളൊക്കെ പരീക്ഷിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈവൻ ഓഫീസിലും എൻ്റെ കൊളീഗ്സിന് ഭയങ്കര ഇഷ്ടമാണ് മാജിക് കാണുന്നത്. അപ്പോൾ അവരിടയ്ക്ക് ചോദിക്കാറും പെർഫോം ചെയ്യാറൊക്കെ ഉണ്ട്. ഏറ്റവും രസമുള്ള ജോലി മാജിക് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ലൈവായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാൻ അത് പ്രൊഡക്ഷനിൽ പോയി അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിഞ്ഞു പറഞ്ഞു. ഇതങ്ങനെയല്ല, നമുക്ക് അവരുടെ മുന്നിൽ ആ ഒരു സെക്കൻഡിൽ തന്നെ കാണാൻ പറ്റും. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. തീർച്ചയായും ഈ മാജിക്കിന് ഒരു കാലത്ത് അത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്നു അല്ലേ? എവിടെയാണെങ്കിലും കേരളത്തിൽ എന്ത് പരിപാടിയാണെങ്കിലും, ആഘോഷങ്ങളാകട്ടെ, ഉത്സവങ്ങളാകട്ടെ, എനിക്കൊന്ന് ഈ ഒരു സീസണൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മാജിക് ആയിരുന്നു. മജീഷ്യന്മാരെ വിളിച്ച് അവരുടെ പെർഫോമൻസ് കാണുക, കൂടുതൽ ആൾക്കാരെ തീ പുക, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അംബർല മാജിക്, ഫ്ലവർ, അതുപോലെ പ്രാവ്, ഇതൊക്കെ എപ്പോഴും കൗതുകമായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു എണ്ണം കുറഞ്ഞോ എന്നൊരു സംശയം എനിക്ക് തോന്നിയാണ്. കാരണം മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ പാട്ട്, ഡാൻസ്, മറ്റ് രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മജീഷ്യന്മാർക്ക് ഇപ്പോൾ എത്രത്തോളം സ്വാധീനം നമ്മുടെ സമൂഹത്തിലുണ്ട്? നേരത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം അന്ന് ഈ സോഷ്യൽ മീഡിയ പോലത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. മാത്രമല്ല വീഡിയോസ് കാണാത്തത് കൊണ്ട് തന്നെ ലൈവാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു എഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതാണ് ആ വോ ഫാക്ടർ ഉണ്ടാക്കുന്നത്. വീഡിയോസിൽ ഈ വീഡിയോസ് റീവൈൻഡ് ചെയ്ത് കാണാനും അതിൻ്റെ രഹസ്യം അറിയാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഈ വോ ഫാക്ടർ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി വേണ്ടത് ഒരു അപ്ഡേഷനാണ്. ഇപ്പോൾ ഈ മെൻ്റലിസം പോലത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ആ വോ ഫാക്ടർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. പക്ഷേ അവിടെയുള്ള പ്രശ്നം സ്റ്റേജുകൾ വീണ്ടും വളരെ കുറഞ്ഞു. എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഈ സാധനം അവൈലബിൾ ആയതുകൊണ്ട് സ്റ്റേജുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. സോഷ്യൽ മീഡിയ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് ഈ മെൻ്റലിസം എന്ന കാര്യം പോലും ആൾക്കാർക്കിടയിൽ കൂടുതൽ ഒരു കേരളത്തിൽ കുറച്ചും കൂടെ സ്വാധീനം ചെലുത്തിയതെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ മെൻ്റലിസത്തിലേക്ക് മാറിയപ്പോൾ ജിതീഷിനുണ്ടായ ഒരു മാറ്റം. കാരണം മാജിക് നമ്മൾ കൈയടക്കത്തോടെ ചെയ്യുന്ന ഒരു കാര്യം പോലെ തന്നെ ഒരാളുടെ മനസ്സ് വായിച്ചറിയുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം ഇനി അത് തെറ്റോ ശരിയോ എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞ മറ്റൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മെൻ്റലിസത്തിലേക്ക് വരുമ്പോൾ മാജിക്കും മെൻ്റലിസവും എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്തു പോകുന്നത്? ഞാൻ മാജിക് തുടങ്ങുന്ന സമയത്ത് മാജിക്കിൽ അറിയാലോ കൈയടക്കം പോലത്തെ കാര്യങ്ങളായിരുന്നു. അതിലാണ് എക്സ്പെർട്ടൈസ് ചെയ്ത് വന്നത്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സംസാരിക്കാൻ ഭയങ്കര ഷൈ ഉള്ള ആളായിരുന്നു ഞാൻ. അപ്പം മെൻ്റലിസത്തിലോട്ട് വരുമ്പോൾ എനിക്ക് ആദ്യം ഓവർകം ചെയ്യേണ്ടി വരുന്നത് ഈ ഷൈ മാറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അതാണ് ആദ്യം ഉണ്ടായിരുന്നൊരു ചലഞ്ച്. അത് ഒരുപാട് ഷോസ് കണ്ട് ഇംപ്രവൈസ് ചെയ്ത് എടുത്തതാണ് ആ ഒരു സ്കില്ല്. പിന്നെ ഈ ഫെയിൽ ഫാക്ടർ, മെൻ്റലിസത്തിൽ ഫെയിൽ ആവാനുള്ള സാധ്യത പലയിടത്തും ഉണ്ട്. കാരണം എല്ലാ സമയത്തും നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു ബാക്കപ്പ് പ്ലാനുകൾ മിക്ക എഫക്റ്റുകൾക്കും ഉണ്ടാവും. ചില എഫക്റ്റുകൾ നമ്മൾ പെർഫോം ചെയ്ത് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഫെയിലായി എന്ന് ഓഡിയൻസിന് തോന്നാതെ അടുത്ത എഫക്റ്റിലോട്ട് നമ്മൾ പോകണം. അങ്ങനെയൊക്കെയുള്ള സ്ക്രിപ്റ്റിംഗ് അതിനകത്ത് തീർച്ചയായിട്ടും വേണ്ടി വരും. മെൻ്റലിസം ഇപ്പോൾ ഒരാളുടെ മനസ്സ് വായിക്കുക എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ചധികം റിസ്ക് ഉള്ള ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് മെൻ്റലിസത്തിൻ്റെ സ്വാധീനം കുറച്ചുകൂടെ കൂടിയെന്ന് തോന്നുന്നു അല്ലേ? മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മെൻ്റലിസം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലെവൽ വന്നിട്ടില്ല. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ആൾ ഷെർലക് ഹോംസ് ആണ്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിലൊക്കെ പല ആൾക്കാരുടെയും ഈവൻ പോലീസുകാരുടെയും സർജൻസിൻ്റെയൊക്കെ പല വീഡിയോസ് കാണുമ്പോൾ അതിനകത്തൊന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ഷെർലക് ഹോംസ് വായിച്ചിട്ട് കിട്ടിയത് വെച്ചിട്ട് അത് മെൻ്റലിസ്റ്റ് ആ രീതിയിൽ ഹെൽപ്ഫുൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഒരു കാര്യം കൂടെ, ഇന്നത്തെ കാര്യത്തെ നമുക്ക് കുറേയധികം സിനിമകളിലൊക്കെ കാണുമ്പോൾ തന്നെ മെൻ്റലിസം എന്ന് പറയുന്നത് കുറേയധികം നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ, മെൻ്റലിസം അല്ല മാജിക്കിനെ പോലും കുറേയധികം കൺകെട്ട് വിദ്യകൾ എന്ന് പറയുന്നത് പോലെ ആളുകൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് പാത്തിലൂടെ ഉപയോഗിച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. കുറേയധികം വാർത്തകളും അത്തരത്തിൽ വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? കാരണം ഒരു മജീഷ്യൻ എന്നതിന് ഉപരി ആ മജീഷ്യൻ്റെ ഒരു ആഗ്രഹം, സന്തോഷം, അതിനെയൊക്കെ മാറ്റി നിർത്തിയാണ് മറ്റൊരു തലത്തിലേക്ക് ആ മാജിക്കിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് കാണാറുള്ളത്? ശരിക്കും വിഷമകരമായ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോഴൊന്നല്ല, നേരത്തെ ഉള്ള കാര്യമാണ്. ആദ്യകാലത്ത് മാജിക് എന്ന് മെൻ്റലിസത്തിന് പോപ്പുലർ ആവുന്നതിന് മുന്നേ മാജിക് ആയിരുന്ന സമയത്ത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുക അതുപോലുള്ള എഫക്റ്റുകൾ മാത്രം പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി വിടുക ചെയ്യുന്നത് ഇത് മാജിക്കാണ്, നിങ്ങളിങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ള കാര്യമല്ല എന്ന്. ഇപ്പം മെൻ്റലിസം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അറിയേണ്ടത് ATM പിൻ നമ്പർ പോലത്തെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കാൻ പറ്റുമോ? അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. എല്ലാം മാജിക്കാണല്ലോ. അതിന് പിന്നിൽ എന്തായാലും ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കഴിവ് ആർക്കും ഇല്ല. ഈവൻ മൈൻഡ് റീഡിങ് പോലും നമ്മൾ പറയുന്നത് മൈൻഡ് റീഡ് ചെയ്യുന്നു എന്ന് പറയുന്നുവെങ്കിലും
ശരിക്കും റീഡ് ചെയ്യുന്നില്ല. നമുക്ക് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾ കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കുറേ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് അങ്ങനെ. സോ ഇപ്പോഴത്തെ ഒരു ആൾക്കാർക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കോൺഫിഡൻഷ്യൽ ഡേറ്റ എടുക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ പെർഫോമൻസ് ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരൊന്നും ചോദിച്ച് വാങ്ങാറില്ല. അത് അവരോട് നേരത്തെ പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലതും റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ റിവീൽ ചെയ്യില്ല. ആൾക്കാരത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായും നമ്മൾ ഈ മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോഴേ പ്രത്യേകിച്ചും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കൂടോത്രം, മാജിക്, മെന്റലിസം ഇതൊക്കെ തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. അത്തരത്തിലാണ് ആളുകൾ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മാജീഷ്യനെ കൊണ്ടുവരിക, മെന്റലിസം പഠിച്ച ആൾക്കാരുടെ അടുത്ത് അവരെ കൊണ്ട് ചോദിപ്പിക്കുക, അതിനധികം കുറേയധികം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യമാണോ? ബാധ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ബാധ അങ്ങനെ ഒരു ശരിക്കും എവിഡൻഷ്യൽ ആയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ശരിക്കും അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ബാധ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഇതുപോലെ ഹോണ്ടഡ് ആണ് എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ പോയി സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പൂച്ച മച്ചി കൂടെ നടക്കുന്നതാണ്. അങ്ങനെയുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ, അല്ലാതെ ശരിക്കും ഹോണ്ടഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോഴും കോൾസ് വരുന്നുണ്ട് ശരിക്കുള്ള വിശ്വാസികളല്ലേ. മാജിക്കിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ വിശ്വാസം നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ സെക്ഷനിലൂടെയൊക്കെ ആയിരിക്കും അല്ലേ ഈ 10 വർഷത്തെ ജേണി എന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പണം മുടക്കി ചെലവാക്കിയ ഒരു മാജിക് ഏതായിരിക്കും? ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് നമ്മൾ അതിൻ്റെ പേര് പറഞ്ഞ മിഡാസ് ടച്ച് എന്നാണ്. നമുക്ക് ഒരാളെ ദൂരെ നിന്നുകൊണ്ട് ടച്ച് ചെയ്യുന്നത്, നമ്മൾ ഒരാൾ തൊടുമ്പോൾ മറ്റേ ആൾക്ക് രണ്ടാമത് നിൽക്കുന്ന ആൾക്ക് ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പ്രോപ്പർട്ടീസ് ഒക്കെ അവൈലബിൾ ആണ്, പക്ഷേ അതിനെല്ലാം തീപിടിച്ച വിലയാണ്. പക്ഷേ അതിൽ ഭയങ്കര എക്സ്ട്രീംസിലുള്ള വെർഷൻസ് ഉണ്ട്. അതിന് പ്രോപ്പർട്ടീസ് ഇല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന വെർഷൻസ് ഉണ്ട്. അത് കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വ്യത്യസ്ത പഠിച്ചെടുത്തത്. സോഷ്യൽ മീഡിയ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് ദിനേഷിനെ പോലെ? കാരണം ജിതീഷിൻ്റെ ഈ ഒരു ജേർണിയിൽ തന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, സോഷ്യൽ മീഡിയ വന്നപ്പോൾ കുറച്ചും കൂടി ആളുകളെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ മെന്റലിസം തന്നെ ഇപ്പോൾ കുറേയധികം വീഡിയോസുകൾ വരുന്നുണ്ട് അല്ലേ? ഓരോരുത്തർ കരയുന്നതാണെങ്കിലും ചിരിക്കുന്നതും അവർ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കണ്ടു എന്ന് പറയുന്നത്, അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യൂവേഴ്സ് ഒക്കെ അതിൻ്റെ കമന്റ്സ് ഒക്കെ വരുമ്പോൾ തന്നെ അവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ കുറേ പേര് ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ജിതീഷിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഗൂഗിൾ ആഡൊക്കെ വന്ന സമയത്ത് ഞാൻ ഗൂഗിൾ ആഡിൽ പോസ്റ്റ് ചെയ്തിട്ടാണ് ആദ്യം എനിക്ക് ലീഡ്സ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിനൊരു സാധ്യത ഉണ്ടെന്ന് അറിയായിരുന്നു. പിന്നീട് ശരിക്കും കോവിഡ് സമയത്ത് ഇത് ട്രെൻഡായി കഴിയുമ്പോൾ മനസ്സിലായത് ഓക്കെ, ഇവിടെ നിന്ന് ഇനി സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് കോൾസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നു അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്കൊരു ഇവന്റ് വരുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും മാജിക്കിൽ എന്ന് പറയുന്നത്. പൈസ ചിലവുള്ള പരിപാടിയാണോ മാജിക്? പൈസ ചിലവുള്ള പരിപാടിയാണ്. പഠിക്കാനും പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങാനും. തിരിച്ചു കിട്ടുമോ? തിരിച്ചെടുക്കാൻ പറ്റും. അത് നമുക്ക് ഷോസിൽ കൂടെ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ മാജിക്കിനെ കാണാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുറേ കുട്ടികളൊക്കെ മാജിക് പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ടല്ലോ, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? മാജിക് പഠിക്കാൻ വരുന്ന കുട്ടികളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഓരോ ബാച്ചിൽ ഒരു 10-20 പേര് ഒന്നിച്ച് ജോയിൻ ചെയ്യും. അവസാനം സ്റ്റേജിലോട്ട് വരുമ്പോൾ ഒരു 1-2 പേരെ കാണുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ റിസ്ക് ഫാക്ടർ, ഇത് പെർഫോം ചെയ്ത് എടുപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവർക്ക് ഇതിന്റെ രഹസ്യം അറിയുന്നത് വരെ ഒരു വോ ഫാക്ടർ ഉണ്ട്. രഹസ്യം അറിഞ്ഞു കഴിയുമ്പോൾ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾക്കിത് വളരെ പാഷനാണ്, നിങ്ങൾക്ക് ഒരു സ്റ്റേജ് പെർഫോമർ ആവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് രഹസ്യങ്ങൾ അറിയാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് അതിൻ്റെ രഹസ്യങ്ങൾ കിട്ടും. ഈ പരീക്ഷ പേപ്പറിലൊക്കെ കുട്ടികൾ എപ്പോഴും പറയുന്നുണ്ട് മാജിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മുൻകൂട്ടി അറിയാൻ പറ്റുമല്ലോ ചോദ്യങ്ങളൊക്കെ. അത്തരത്തിൽ വല്ല ട്രിക്കുകളും ഉണ്ടോ? അത്തരത്തിലുള്ള ട്രിക്കുകളുണ്ട്, പക്ഷെ അങ്ങനെ ഇതൊന്നും അറിയാനൊന്നും പറ്റില്ല. ബട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന എഫക്റ്റുകളുണ്ട്. അതായത് ന്യൂസ് പേപ്പർ ഹെഡിങ് പ്രഡിക്ഷൻ, നമ്മുടെ ക്രിക്കറ്റിൽ ആര് ജയിക്കുന്നു പ്രഡിക്റ്റ് ചെയ്യുന്നത്, ഇലക്ഷൻ വിന്നിംഗ് പ്രഡിക്റ്റ്, അങ്ങനെയുള്ള എഫക്റ്റുകളുണ്ട്. പക്ഷേ ശരിക്കും പ്രഡിക്ഷൻസ് വിശ്വസിക്കുന്നുണ്ടോ? പ്രഡിക്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്ന പ്രഡിക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പിന്നിൽ സീക്രട്സ് ഉണ്ട്. ശരിക്കുള്ള പ്രഡിക്ഷൻസ്
ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, എന്തായാലും കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങ് സംസാരിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇപ്പൊ നമ്മൾ എന്തായാലും പ്രഡിക്ഷൻ പറഞ്ഞല്ലോ തുടങ്ങി. നമുക്ക് ഞാനൊരു കാര്യം പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പക്ഷെ വിചാരിക്കേണ്ട ഒരു ടൈം, റാൻഡം ആയിട്ടുള്ള ടൈം വിചാരിക്കണം. പക്ഷെ എനിക്കത് ഒരു കണക്ഷൻ ഒന്നും ഇല്ലാത്ത ടൈമാണ്, പക്ക റാൻഡം ആയിരിക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു വാച്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പിന്നെ ഇളകി കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡോ ബാക്കോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ ഈ ടൈം റാൻഡം ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള അത്രയും ടൈം ഫോർവേഡോ ബാക്കോട്ടോ തിരിക്കാം. ഒരു പോയിന്റിൽ ഇഷ്ടമുള്ളൊരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എത്ര വേണമെങ്കിലും. ഞാനൊരു മനസ്സിലൊരു ടൈം കാണുകയും ചെയ്യണം. അല്ല, ടൈം കാണണ്ട, തിരിക്കുമ്പോൾ ഒരു റാൻഡം ടൈം വരുമല്ലോ, നമുക്ക് ആ ടൈമാണ് വേണ്ടത്. ഞാൻ തിരിക്കുവാണേ, അതാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ലോക്ക് ചെയ്തു. ഒരു ടൈം ഉണ്ടല്ലോ, പർട്ടിക്കുലർ ടൈം ഉണ്ടല്ലോ, കണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാവോ, കൈ ഒന്ന് കാണിക്കാവോ? ഈ വാച്ച് കയ്യിൽ വെച്ചോളൂ, ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചോ. ഇപ്പോൾ ആ ടൈം മനസ്സിലുണ്ടല്ലോ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇവന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണോ, ലൈക്ക് ടീ ടൈം, ലഞ്ച് ടൈം, അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യുക, ആ ടൈം മാത്രം മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണേ, ലൈക്ക് 4:05, 4:05, 4:05. Does it make any sense? Yes. പക്ഷെ അതിൽ രസമുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാച്ചിൽ നീഡിലില്ല എന്നുള്ളതാണ്. ബട്ട് എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നല്ലേ, ഞാൻ ആക്ച്വലി സീരിയസ്ലി ഞാൻ ഇപ്പൊ കണ്ടതാണ് ആ സമയം കേട്ടോ. ഞാൻ അതിന്റെ ആ ലൈൻസ് എല്ലാം കൃത്യമായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അത് വാച്ചിൽ കണ്ടു. എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഈ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാവോ? സീരിയസ്ലി അതെങ്ങനെ? ഓ മൈ ഗോഡ്, വൗ, സൂപ്പർ. സീരിയസ്ലി ഇത് 4, ഞാൻ കറക്റ്റ് ഈ ഒരു ഞാൻ ഇത് സമയം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ച സമയം എന്നാൽ പിന്നെ 4 മണി ആകട്ടെ എന്ന് വിചാരിച്ചു. കറക്റ്റ് കേട്ടോ, രക്ഷയില്ല. ശരി, കൊള്ളാം. താങ്ക് യു സോ മച്ച്. ഞാൻ പറയട്ടെ, ഇതുപോലെ മാജിക്കുകൾ ചെയ്യുമ്പോൾ ലൈവായിട്ട് റിസൾട്ട് കിട്ടണേ. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന പോലെ തന്നെ. കാരണം വെച്ചാൽ ഞാനിപ്പോഴും വീണ്ടും വീണ്ടും കണ്ടടിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് അത്രത്തോളം എന്താ പറയുക, ആ ടൈം കാര്യം നമ്മൾ അത്ര ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ കിട്ടുക? ഇത് ശരിക്കും അതിൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിനെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും അവർ എത്രത്തോളം നമ്മൾക്ക് സപ്പോർട്ടീവ് ആണെന്നുള്ളത്. അത് നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആണ്. ചില ആൾക്കാർ ഭയങ്കര ഡിഫെൻസീവ് ആയിരിക്കും, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. നമുക്ക് ആൾക്കാരെ മനസ്സിലാവും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. ചിലർ അവരുടെ മനസ്സിലൊന്നും കിട്ടില്ല എന്ന് പറയില്ലേ, അവരുടെ അടുത്ത് നിന്നാണോ പെട്ടെന്ന് കിട്ടാൻ പറ്റുക ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് നിന്ന് എല്ലാം എടുത്തോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അങ്ങനെയല്ല, ശരിക്കും അറിയാമല്ലോ, ഇതിന് വേറൊരു സൈഡ് കൂടെ ഉണ്ട് നമുക്ക് സീക്രട്ട് കണ്ടുപിടിക്കുന്നതിന്. പക്ഷേ കൂടുതലും വർക്ക് ചെയ്യുന്നത് ആൾക്കാർ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ്. ഇപ്പോൾ ഹിപ്നോട്ടിസം ഒക്കെ ആണെന്നുണ്ടെങ്കിലും സജസ്റ്റബിലിറ്റി കൂടുതലുള്ള ആൾക്കാരിൽ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത ആൾക്കാരിൽ നമ്മൾ എന്നെ ഹിപ്നോട്ടിസ് ചെയ്യരുത് എന്ന് ഞാൻ വിചാരിച്ച് പോവുകയാണെങ്കിൽ എന്നെ ഒരിക്കലും ഹിപ്നോട്ടിസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫാക്ടർ ഇതിനകത്തുണ്ട്. അടുത്തൊരു കൂടെ ഞെട്ടിയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു റുബിക്സ് ക്യൂബാണ്. റുബിക്സ് ക്യൂബ് അറിയാമല്ലോ, ഇങ്ങനൊരു സംഭവം. ഇത് കയ്യിൽ വെച്ചേക്കോ. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു റുബിക്സ് ക്യൂബ് വാങ്ങുമ്പോൾ ഏകദേശം ആ കണ്ട പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് കുറേ നാൾ ഒരു സൈഡ് മാറില്ല. പക്ഷെ കുറേ നാൾ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ആവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എഫക്റ്റിൻ്റെ അവസാനം എൻ്റെ കയ്യിലുള്ള ഈ ക്യൂബ് അക്ഷയുടെ കയ്യിലുള്ള ക്യൂബ് പോലെയും ആ ക്യൂബ് ഈ ക്യൂബ് പോലെ ആവും. എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഓക്കെ, ചെയ്യേണ്ടതെന്ന് അറിയാം, ആ ക്യൂബിനെ ഇഷ്ടമുള്ളത്ര മാക്സിമം ഒന്ന് ഷഫിൾ ചെയ്യണം, മിക്സ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം മിക്സ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ക്യൂബിന് എൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കാം. ഹാപ്പി അല്ലേ? ആണെങ്കിൽ ഒരു തവണ ഒന്നുകൂടെ ഷഫിൾ ചെയ്യാം, മാക്സിമം ചലഞ്ച് തരാമോ? ഇത് എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്നില്ല, കാരണം നമുക്കറിയാമല്ലോ റുബിക്സ് ക്യൂബിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 20 ക്വിൻറ്റിലിയൻ പോസിബിലിറ്റീസിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം പെർഫെക്റ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നോട്ട് വൺ സൈഡ്, സെക്കൻഡ് സൈഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്. ഓക്കെ, അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ ക്യൂബിനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യൂബ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറിയാം എങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഞാനത് റിവേഴ്സ് ചെയ്യാം. സോൾവ് ചെയ്യുകയാണെങ്കിൽ സന്തോഷം, ഹാപ്പി ആവും. ഓക്കെ, ഞാൻ നോക്കണില്ല, ഞാൻ കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ഒന്നും ചെയ്യണം. ഇത് സക്സസ് ആവുകയാണെങ്കിൽ ചിരിച്ചാൽ മതി.
Okay, I'm not looking. അടിപൊളി. ഇതിനൊന്നും അധികം ടൈമൊന്നും വേണ്ട അല്ലേ? ട്രിക്കി ടൈമിൽ അതങ്ങ് മാറ്റിയെടുക്കുകയാണ്. ശരി, അടിപൊളി അടിപൊളി, സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ആളുകൾ കൈയെടുക്കാൻ പെട്ടെന്ന് എടുക്കുന്ന ട്രിക്കുകൾ ഏതൊക്കെയാ? ആളുകൾ കൈയെടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ക്ലോസ് മാജിക്കുകളാണ്. ലൈക്ക് കാർഡ് കോയിൻസ്. നമ്മളൊരു മജീഷ്യനാണെന്ന് രജിസ്റ്റർ ചെയ്യാൻ വളരെ എളുപ്പം അതാണ്. ഒരു മെന്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇത് വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാം. ക്വിക്ക് വാനിഷ്, ക്വിക്ക് പ്രൊഡക്ഷൻ അതൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മജീഷ്യനാണെന്ന് രജിസ്റ്റർ ചെയ്യാം. ആൾക്കാർക്ക് നമ്മുടെ ഐഡന്റിറ്റി കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് അതാണ്. സ്റ്റേജിൽ വന്നിട്ടേ നമ്മളിപ്പോൾ മജീഷ്യന്മാർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ക്യാച്ചിങ് ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉപയോഗിക്കുമല്ലോ. അത്തരത്തിലൊന്ന് നമ്മുടെ ഫ്രെയിമിൽ നോക്കിയിട്ടൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ പറ്റുമോ? ഓക്കെ, എല്ലാവർക്കും മാജിക്കിലേക്ക് സ്വാഗതം. അബ്രാക്കഡബ്ര, ഫോക്കസ് ഫോക്കസ്. ഒന്നും മനസ്സിലാവില്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ മെയിൻ ഉദ്ദേശം തോന്നുന്നു അല്ലേ? പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും കൊടുക്കുക, പക്ഷേ അതിന്റെ ഒരു ലൈവ് ആയിട്ടുള്ള റിസൾട്ടും കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ പറയാ, ഇനി എന്തൊക്കെ ആഗ്രഹമൊക്കെ കുറേയധികം മാജിക്കുകൾ, ഷോകൾ, അതുപോലെ തന്നെ TV ഷോകളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ആൾ സ്റ്റേബിൾ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പം എന്താണ് ഇനി മുന്നോട്ടുള്ള ഒരു യാത്രയിലെ പ്ലാനിങ് ഒക്കെ? ശരിക്കും എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഡ്രീം മജീഷ്യൻ ഉണ്ട്, ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറഞ്ഞിട്ട്. ആളെപ്പോലെ ആവണമെന്നാണ് ആഗ്രഹം. അതിനുള്ള ജേണിയാണ്. അദ്ദേഹം ചെയ്യുന്നതൊക്കെ നമുക്കറിയാം, ഭയങ്കര സ്റ്റാച്യു ഓഫ് ലിബർട്ടി വാനിഷ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള എഫക്റ്റുകളാണ്. ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിൽ അങ്ങനത്തെ ഒരു എഫക്റ്റുകൾക്കുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഇപ്പോൾ മെന്റലിസമാണ് ടോപ്പ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ആൾക്കാർ സോഷ്യൽ മീഡിയയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ലൈവായിട്ട് കാണുന്നതിനേക്കാൾ താല്പര്യം വളരെ ക്വിക്കായിട്ട് അവരെ റിയലിൽ കാണുന്നതാണ്. സോ ആ ഒരു ഡേവിഡ് കോപ്പർഫീൽഡ് ഉണ്ടാക്കി വെച്ച ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റുക അത് സാധിക്കട്ടെ. കാരണം ഇനിയുള്ള എന്താ പറയാ വർഷങ്ങൾ അതിനുള്ള ഒരു സാഹചര്യം തന്നെ ഒരുക്കട്ടെ. ഒരു കാര്യം കൂടെ, ഈ ഫീൽഡിൽ മത്സരം ഒരു രംഗമാണോ? അതായത് ഓരോ ആൾക്കാർ അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് ആളുകൾ അതിനെ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് മത്സരം ഓരോ ആളുകൾക്കിടയിലും ഉണ്ടാകാറുണ്ടോ? എനിക്ക് തോന്നുന്നു മെന്റലിസം തുടക്കത്തിൽ വന്ന സമയത്ത് ആ ഒരു മത്സരം ഞാൻ കണ്ടിട്ടുണ്ട്. വന്ന പല ആൾക്കാർ തമ്മിൽ ഈവൻ സോഷ്യൽ മീഡിയയിൽ കോൾഡ് വാർ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ ആൾക്കാർക്കും ഓരോരോ സ്റ്റൈലാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കൂടുതൽ വരുന്ന ഷോസും എൻ്റെ ഷോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഷോ തന്നെ വേണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മത്സരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഓരോ ആൾക്കാർക്കും അവരവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പോൾ അതത് ഷോസാണ്, ഓരോ ഷോസിന് അവരുടേതായ പ്രത്യേകതയും ക്വാളിറ്റീസും ഉണ്ട്. സോ ആ ഒരു മത്സരമില്ല. അതുമല്ല, ഈവൻ ഷെയറിങ് നടക്കുന്നുണ്ട് ഷോസ് വരുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ. സോ ഇത് വളരെ ഒരു ആരോഗ്യകരമായിട്ട് പോകുന്ന ഒരു ഫീൽഡാണ് തമ്മിൽ. ഓക്കെ, എന്തായാലും നമ്മൾ മെന്റലിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കൊന്ന് മെന്റലിസം കൂടി ഒന്ന് രണ്ടുപേരെ ചെയ്ത് നോക്കാം. സക്സസ് ആകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഞാൻ അവരെ കൂടെ വിളിക്കാം. എന്തായാലും അവരെ വിളിച്ചിട്ട് അവരുടെ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഹായ്. ഓക്കെ, നമുക്കൊരു മൈൻഡ് എക്സ്പീരിയൻസ് നോക്കിയാലോ? മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എൻ്റെ ഒരു പാക്കറ്റ് കാർഡ്സ് ഉണ്ട്. ഈ കാർഡ്സ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാവോ? ഹാപ്പിയാണ് മിക്സ് ചെയ്തിട്ട്. ഓക്കെ, അതിനൊരു കാർഡ് സെലക്ട് ചെയ്യണം. എന്ന് ഞാൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളൊരു കാർഡിലൊന്ന് ടച്ച് ചെയ്യാവോ? ഈ കാർഡ് ഹാപ്പി അല്ലേ? ആ കാർഡിൽ ഓക്കെ, ആ കാർഡ് എടുത്തോ. ആ കാർഡ് ഒന്ന് നോക്കിക്കോ. അതിനാണ് ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തോ. ഓക്കെ, ഹാപ്പി അല്ലേ? ഇനി ഇഷ്ടമുള്ളൊരു പൊസിഷനിലോട്ട് വെച്ചോ, മിഡിൽ എവിടെയല്ലേ. ഇഫ് യു വാണ്ട് വൺ മോർ ഷഫിൾ. ഓക്കെ, ഇനി ആ കാർഡ് ഇപ്പോൾ ആ ഡെക്കിൻ്റെ മിഡിൽ എവിടെയോ മിസ്സായിട്ടുണ്ട്. അതെനിക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മൈൻഡ് റീഡ് ചെയ്തല്ലാതെ ബുദ്ധിമുട്ടാണല്ലേ? ഓക്കെ, ഒരു കാര്യം പാക്കറ്റ് ഒന്ന് തരാമോ? ഇനി ആ കാർഡ് മാത്രം മനസ്സിലൊന്ന് ആലോചിച്ചോണേ. ഇതൊന്ന് ഇമാജിൻ ചെയ്യുക. ഇവിടെ ഒരു കാർഡ്, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. സ്ക്രീനിൽ ആ കാർഡ് മാത്രം കാണുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. സോ ഞാനൊന്ന് മൈൻഡ് റീഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. സി ഐ തിങ്ക് ഇറ്റ്സ് എന്നോട് പറയണ്ട. It's a number card or picture card. It's a number card, I think. I don't want this card. So ഞാനൊരു സ്പെസിഫിക് കാർഡ് ഒരു സ്പെസിഫിക് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ നമ്പർ കാർഡ് ഓൺലി, റൈറ്റ്? ഇറ്റ്സ് എ റെഡ് കാർഡ് ഓർ ബ്ലാക്ക് കാർഡ് പറയണ്ട. ഓക്കെ, എനിവേ ഇറ്റ്സ് ബ്ലാക്ക്, റൈറ്റ്? ഓക്കെ, ഇറ്റ്സ് എ നമ്പർ കാർഡ്. ഇറ്റ്സ് എ ബ്ലാക്ക് കാർഡ്.
I think it's number 1, 2, 3, 4, 5, 6. Okay, it's a 5 of. Is it 5 of clubs? Yes. Okay, ഒരു കാര്യം കൂടെ ചെയ്യും. ഈ കാർഡിനകത്ത് ഇതിപ്പോൾ 52 കാർഡുള്ള ബാക്കാണ്. ഇതിൽ ഏത് പൊസിഷനിലായിരിക്കും 5 of clubs ഉള്ളതെന്ന് ഗസ് ചെയ്യാവോ? ജസ്റ്റ് ഒരു റാൻഡം നമ്പർ, മേ ബി 10 or 15 സംതിങ്. ഒന്ന് പറഞ്ഞേ ഏത് പൊസിഷനിലായിരിക്കും? മിഡിൽ ഒരു നമ്പർ, ലൈക്ക് ഒരു സ്പെസിഫിക് നമ്പർ. 17. ഓക്കെ, കൈ ഒന്ന് കാണിക്കാവോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. You said 17, right? 17 പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും കണക്കിലായിട്ട്? ഇല്ല. ഓക്കെ, സോ 13, 14, 15, 16 and 17. You said 17? Your card is 5 of clubs, right? Thank you. ഓക്കെ, ഹായ് അനന്യ. ഹായ്. ഓക്കെ, ഞാൻ അനന്യയുടെ മൈൻഡ് ഒന്ന് റീഡ് ചെയ്യാനൊന്ന് ട്രൈ ചെയ്യാണ്. ഓക്കെ, ചില ആൾക്കാരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. സോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്. നല്ലൊരു ഫിഷിംഗ് ഹുക്കാണ്. ഓക്കെ, കാണാമല്ലോ. ഇതിൻ്റെ സീക്രട്ട് ഒന്നുമില്ല. ഇതിനകത്ത് ഞാൻ ഒരു ത്രെഡ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അതിനകത്ത് വെറുതെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതായത് ഇപ്പം ബാക്കി ഒരു റോങ് ത്രെഡ് സെലക്ട് ആണെങ്കിൽ അത് വലിച്ചു കഴിഞ്ഞത് പുറത്ത് വരും. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ കൈക്കകത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ഷയ്ക്ക് അറ്റ് എ ടൈം ഒരു ത്രെഡ് സെലക്ട് ചെയ്യാം. സോറി, പേര് ഓക്കെ, അനന്യക്ക് അറ്റ് എ ടൈം ഒരു ത്രെഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിച്ച് പുറത്തെടുക്കാം. അങ്ങനെ 1 by 1 ആയിട്ട് വലിച്ചെടുത്ത് എലിമിനേറ്റ് ചെയ്ത് അവസാനം നമ്മൾ ശരിക്കും കെട്ടിയ ത്രെഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എൻ്റെ റിസ്ക് മനസ്സിലായല്ലോ, ഞാനിത് കൈക്കകത്താണ് വയ്ക്കുന്നത്, എന്നിട്ട് റോങ് ത്രെഡാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൈ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് കയ്യിലല്ല വയ്ക്കുന്നത്, ഞാൻ എൻ്റെ മൗത്തിലാണ് വയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ധൈര്യം ഉണ്ടല്ലോ അല്ലേ? എൻ്റെ വായാണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എല്ലാ തീരുമാനങ്ങളും അനന്യയുടെയാണ്. ഓക്കെ, റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഐ വിൽ കീപ് ഇറ്റ് ഇൻ മൗത്ത്. ഇനി കുറച്ച് നേരം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എല്ലാ ഡിസിഷനും അനന്യയുടെയാണ്. പുള്ളി ചെയ്താണ്. അറ്റ് എ ടൈം ഒരു ത്രെഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ അല്ല, വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് വലിച്ച്. തീർച്ചയായിട്ടും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇപ്പോൾ ഒരു രാവിലെ പുറത്തിറങ്ങിയിട്ട് രാവിലെ ഉറക്കണേറ്റ് വീട്ടിലോട്ട് വന്നിട്ട് ഗാർഡനിൽ കൂടെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, നടക്കുന്ന സമയത്ത് ഗാർഡനിൽ കുറേ നല്ല രസമുള്ള മണമുള്ള കുറേ ഫ്ലവേഴ്സും ഒക്കെ കണ്ടു. അതിൽ ഇഷ്ടമുള്ള ഒരു ഫ്ലവർ സെലക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു ഫ്ലവർ മാത്രമേ പേപ്പറിലൊന്നും എഴുതാവൂ. നല്ല ഭംഗിയുള്ള കാണാനുള്ള തീർച്ചയായിട്ടും. ഓക്കെ, എഴുതിയല്ലോ. വളരെ ഇഷ്ടമുള്ളൊരു ഫ്ലവർ അല്ലേ? ഓക്കെ, അതിൻ്റെ കളറ് ഒന്ന് മനസ്സിലായിരിക്കാവോ? ഇറ്റ്സ് ലുക്ക് ലൈക്ക് റെഡ്. ഈസ് ഇറ്റ് എ റോസ്? ഓക്കെ, ആൻഡ് കഴിഞ്ഞില്ല, നല്ലപോലെ ഒന്ന് ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ആ റോസ് ഇപ്പോൾ കയ്യിലുണ്ടെന്ന് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ കയ്യിൽ നിന്ന് സ്മെല്ല് ചെയ്ത് നോക്കാവോ? യു ക്യാൻ ഫീൽ ദ സ്മെൽ. കയ്യിൽ നിന്ന് സ്മെല്ല് ചെയ്ത് നോക്കി. താങ്ക് യു. താങ്ക് യു. ഹായ് ആവണി. സോ ഞാനിപ്പോൾ ആവണിയുടെ മൈൻഡ് റീഡ് ചെയ്യാനൊന്ന് ട്രൈ ചെയ്യാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ഒരു വളരെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ മനസ്സിലൊന്ന് ആലോചിക്കാവോ? പർട്ടിക്കുലർ നെയിം യു ഹാവ് ഇൻ യുവർ മൈൻഡ്, റൈറ്റ്? ഒരു കാര്യം ചെയ്യൂ, എന്നെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാവോ? ജസ്റ്റ് ആ ആളുടെ മെമ്മറീസ് എല്ലാം മനസ്സിലൊന്ന് ആലോചിച്ച് ആൻഡ് തിങ്ക് ഓഫ് ദാറ്റ് നെയിം, പർട്ടിക്കുലർ നെയിം ഓൺലി. ക്യാൻ യു തിങ്ക് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ? Okay. It's A, B, C, D. It's start with the A, right? Okay. ആളുള്ളൊരു ബെസ്റ്റ് മൊമെൻറ്റ് മനസ്സിലൊന്ന് ആലോചിക്കാവോ? ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഹീസ് വിത്ത് യു ആൻഡ് ഹീസ് കോളിംഗ് യു ആർ കോളിംഗ് ഹിം ലൈക്ക് അനൂപ്. താങ്ക് യു. Is that Anu? Yes. Can you share your favorite memory with Anu? ഫേവറേറ്റ് മെമ്മറി എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ
സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ഓക്കെ, ഇനി എല്ലാം നല്ല മെമ്മറീസ് ഉണ്ടാവട്ടെ. താങ്ക് യു. അപ്പോൾ മാജിക്കിന്റെ കുറേയധികം സംശയങ്ങളും ആകാംക്ഷകളാണ് എപ്പോഴും ഓരോ എന്താ പറയുക പ്രായം ഞാൻ നേരത്തെ തുടക്കം പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് പോലും മാത്രമല്ല മുതിർന്ന ആളുകൾക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം നന്ദി ജിതീഷ ഇപ്പോൾ സി മലയാളം ന്യൂസിനോടൊപ്പം പങ്കുചേർന്നതിൽ. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് മാജിക്കിന് ഇന്നുണ്ട്. എല്ലാവർക്കും അത് പഠിക്കാൻ താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് മെന്റലിസം പോലെയുള്ള ട്രിക്കി കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു സാഹചര്യം. വളരെയധികം നന്ദി. ഇനിയും ഫ്യൂച്ചർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ, നിരവധി ഷോസുകൾ കിട്ടട്ടെ, വലിയൊരു മജീഷ്യനായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. പ്രേക്ഷകരോട് പറയാനുണ്ട്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പം മെന്റലിസം അല്ലെങ്കിൽ മാജിക് എന്ന് പറയുന്ന ഒരു ആക്ട് എല്ലാവർക്കും അതിലൊരു വോ ഫാക്ടർ കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും അതിൻ്റെ സീക്രട്സ് റിവീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ വോ ഫാക്ടർ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ലൈവ് ഷോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വോ ഫാക്ടർ വീണ്ടും തിരിച്ചു കിട്ടുന്നുണ്ട്. കാരണം സ്റ്റേജിൻ്റെ ഒരു ആംബിയൻസ് കാര്യങ്ങൾ. അപ്പോൾ സ്റ്റേജിലോട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ടൈം കുറച്ചിട്ട് അത് സ്റ്റേജിലോട്ടും അങ്ങനെയുള്ള ഒരു പബ്ലിക് ആക്ടിവിറ്റീസിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ഈവൻ പെർഫോമൻസിനും നല്ലതാണ്, നിങ്ങളുടെയും മെൻ്റൽ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായിരിക്കും. സോ നമ്മൾ സോഷ്യൽ മീഡിയ ടൈം കുറച്ചുകൊണ്ട് നമ്മൾ ആക്റ്റീവായിട്ടുള്ള ടൈം കൂട്ടുക എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം. സോ താങ്ക് യു. തീർച്ചയായും. അപ്പോൾ മറ്റൊരു അതിഥിയും മറ്റൊരു വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.